ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാമാണ് കേരളത്തിലെ ആദ്യത്തെ ഡാം. 100-ലധികം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഈ ഡാം രൂപകൽപ്പന ചെയ്തത് ജോൺ പെന്നിക്വിക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്നു. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. സുർഖി മിശ്രണം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കുന്ന നിശ്ചിത അളവ് വെള്ളം പെരിയാർ ലീസ് എഗ്രിമെന്റിലൂടെ തമിഴ്നാട് ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. 999 വർഷത്തേക്കാണ് 1886 തിരുവിതാംകൂർ രാജകുടുംബം ഈ കരാറിൽ ഒപ്പുവെച്ചത്. പിന്നീട് 1970 കേരള മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ ഇത് പുതുക്കി നൽകുകയായിരുന്നു. ഡാമിന്റെ ശില്പിയായ ജോൺ പെന്നിക്വിക് ഡാമിന് നൽകിയ ശരാശരി ആയുസ് 50 വർഷമായിരിക്കെ 100 വർഷത്തിലധികം പിന്നിട്ട ഡാമിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർഷങ്ങളായി നിലനിൽക്കുകയാണ്. അടുത്തിടെ ലിബിയയിൽ ഡാം തകർന്ന പശ്ചാത്തലത്തിൽ ന്യൂയോർക്ക് ടൈംസും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ പങ്കുവച്ചത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു.